ഹായ് ഹലോ നമസ്കാരം. വിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പാലക്കാട് സ്പെഷ്യൽ. എല്ലാവർക്കും അതായത് ഒരുപാട് പേര് ഇത് കഴിച്ചിട്ടുണ്ട്, ഒരുപാട് പേര് ഇത് മറന്നുപോയ ഒരു റെസിപ്പിയാണ് പാലക്കാടിന്റെ സ്വന്തം സംഭാരപ്പുളി. ഓക്കെ, സംഭാരപ്പുളി അത് പഴയ ആൾക്കാര് ഉണ്ടാക്കുന്ന ഒരു സമ്മന്തിയാണ്. ഒരു മല്ലിയില യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ഒരു സമ്മന്തി. ടിപ്പിക്കലി ഒരു സംഭാരത്തിന്റെ കൂടെ, അതായത് സംഭാരത്തിൽ കലക്കുന്ന ഒരു കോമ്പിനേഷനാണ്. സംഭാരം കുറച്ചും കൂടി ടേസ്റ്റി ആവാൻ വേണ്ടിയിട്ട് കലക്കുന്ന ഒരു സംഭവമാണ് ഈ സംഭാരപ്പുളി ഉണ്ടാക്കുക, സംഭാരത്തിൽ കൂടെ കലക്കുക, കഴിക്കുക എന്നുള്ളത്. അത് ഈ ചോറിന്റെ കൂടെ കഴിക്കുന്ന സമയത്ത് വളരെയധികം ടേസ്റ്റി ആയിരിക്കും. നിങ്ങൾക്ക് ഒന്നും തന്നെ ഉണ്ടാക്കണ്ട എന്ന് തോന്നുന്ന ദിവസങ്ങളിൽ ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. ഇതൊക്കെ വളരെ പഴയ ഒരു റെസിപ്പിയാണ്. ഒരുപാട് പേരുടെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു സംഭവം. ഇന്ന് ഒരുപാട് പേർക്ക് അത് തോന്നും എന്നുള്ളത് 100% ഉറപ്പാണ്. വരൂ, നമുക്കുണ്ടാക്കാം പാലക്കാടൻ സംഭാരപ്പുളി. സംഭാരപ്പുളി എത്ര പേർക്ക് ഇപ്പം നൊസ്റ്റാൾജിക് അടിച്ചിട്ടുണ്ടാവും. നമ്മുടെ പാലക്കാടൻ സ്വന്തം സംഭാരപ്പുളിയാണിത്. ഒരുപാട് പേര് കാണാൻ സാധ്യതയില്ല എന്ന് തോന്നുന്നുണ്ട്. ഇന്നത്തെ ജനറേഷൻ്റെ കുട്ടികൾക്കൊന്നും ഇത് അറിയില്ല. അപ്പോൾ വരൂ, നമുക്ക് ഉണ്ടാക്കാം പാലക്കാടൻ സംഭാരപ്പുളി. വെളിച്ചെണ്ണയാണ്, നിർബന്ധമായും വെളിച്ചെണ്ണ തന്നെയാണ്. ഒരു പാനിൽ ഞാൻ ഒരു വലിയ സ്പൂണിന് 1.5 സ്പൂണോളം മുഴുവനുള്ള മല്ലി എടുത്തിട്ടുണ്ട്. അതേമാതിരി തന്നെ വലിയ സ്പൂണിന് 2-2.5 സ്പൂണോളം ഉഴുന്ന് പരിപ്പ് എടുത്തിട്ടുണ്ട്. വലിയ സ്പൂണിന് 1 സ്പൂണോളം കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒരു 4-5 നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ടുള്ള വറ്റൽ മുളകും കൂടി അതിലേക്ക് ഇട്ടിട്ട് നല്ല പോലെ ഒരു ലോ ഫ്ലെയിമിൽ ഇതെല്ലാം നന്നായിട്ട് ചോക്കനെ വറക്കണം. ഇതാണ് നമ്മുടെ സംഭാരപ്പുളിയുടെ ബേസ് എന്ന് നോക്കുകയാണെങ്കിൽ. തമിഴിൽ തുകയൽ എന്ന് പറയില്ലേ, അതുപോലെ തന്നെയാണിത്. സംഭാരപ്പുളി ചെയ്യുന്നത് മല്ലിയില കൊണ്ടാണ്. ഓക്കെ, അപ്പം മല്ലിയില നമ്മൾ ഇടുമ്പോഴേക്കും അത് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ചുങ്ങിപ്പോവും. അതുകൊണ്ട് തന്നെ ഒരു 3-4 കെട്ട് മല്ലിയില നമുക്ക് വേണം. ഞാൻ ഫ്രഷ് ആയിട്ടുള്ള മല്ലിയില ഒരു 3 കെട്ട് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇതെല്ലാം വൃത്തിയാക്കി കഴുകി വൃത്തിയാക്കിയിട്ട് വാർത്ത് വെച്ചിരിക്കുകയാണ്. അതും കൂടി ആ തണ്ടോട് കൂടി ഇടണം, എന്നാൽ മാത്രമേ ആ മണം വരുള്ളൂ. എന്നിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി സംഭാരപ്പുളി 2 രീതിയിൽ ചെയ്യും. ഒന്ന് മല്ലിയില വഴറ്റിയിട്ട് ചെയ്യും, ഇല്ലെങ്കിൽ നമ്മൾ അരയ്ക്കണ സമയത്ത് പച്ചയ്ക്ക് ചെയ്യും. ഈ പച്ച മണം ഇഷ്ടമല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്തോളൂ, നിങ്ങൾക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇത് കഴിഞ്ഞതിന് ശേഷം അങ്ങനെ എടുത്തിട്ട് മിക്സിയിലിടുക. സംഭാരപ്പുളിയാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് പുളി വേണം. ആവശ്യത്തിന് ഞാൻ പുളി എടുത്തിട്ടുണ്ട്. പേസ്റ്റാണ് എടുത്തിരിക്കുന്നത്. ചെറിയ സ്പൂണിന് 2 സ്പൂൺ എടുത്തിട്ടുണ്ട്. നിങ്ങളൊരു ചെറിയ നാരങ്ങ വലിപ്പമുള്ള പുളി എടുത്തോളൂ. എന്നിട്ട് മിക്സിയിൽ വെള്ളം തൊടാതെ നമ്മൾ സൈഡിൽ നിന്നൊക്കെ ഒതുക്കി കൊടുത്ത് വെള്ളം ഒഴിക്കണം എന്ന് തോന്നും നമുക്ക്, പക്ഷേ നമ്മൾ ഒഴിക്കാൻ പാടില്ല. ഒന്ന് നല്ലപോലെ സൈഡിൽ നിന്നൊക്കെ എടുത്തു കൊടുത്ത് അതിനെ നല്ലപോലെ ഒന്ന് ഒതുക്കി കൊടുത്തിട്ട് നമുക്കിങ്ങനെ ടൈറ്റായിട്ട് വേണം. ഒരു പൊട്ട് പോലും നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്തിട്ട് അതിൽ തന്നെ ഞാൻ ഉപ്പിട്ടിട്ട് ഒന്ന് അരക്കുകയാണ്. സോ ദാറ്റ് എന്താണ് പറയുക, നമ്മൾക്ക് എല്ലാവിടെയും ഒന്ന് ചേർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്നും കൂടി തിരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെയാണ് നിങ്ങൾക്ക് സംഭാരപ്പുളി ഉണ്ടാവുക. ഇനി സംഭാരപ്പുളി ശരിക്കും എങ്ങനെയാണ് എടുത്ത് വെക്കുക, ഇതുപോലെ ഉരുട്ടിയിട്ടാണ് ഡബ്ബകളിൽ ആക്കി വെക്കുക. ഡബ്ബകളിൽ ആക്കിയിട്ട് എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ കുറച്ച് തണുത്ത വെള്ളത്തിൽ ഇതങ്ങോട്ട് ഇറക്കി വെച്ചിട്ട് ചോറ്റുപാത്രത്തിൽ ഇറക്കി അങ്ങോട്ട് വെക്കും. സംഭാരം കലക്കണ സമയത്ത് ഈ ഒരു ഉണ്ട എടുത്തിട്ട് അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേനൽക്കാലത്തൊക്കെ കഴിക്കുന്നതാണ് പറയുക. അപ്പോൾ ഇത് സംഭാരം ഒഴിച്ചിട്ട് ഊണ് കഴിക്കണ സമയത്തും ഇതേപോലെ അങ്ങോട്ട് ചെയ്താൽ നമ്മുടെ ആരോഗ്യത്തിനും അതെ, നമ്മുടെ ദേഹത്തിനും നമ്മുടെ എന്താ പറയുക, മൊത്തം ഒരു കൂളിംഗ് ഏജൻ്റ് അല്ലേ. അപ്പോൾ ഇതുപോലെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭാരപ്പുളി ഉണ്ടാവുക. നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ആ മല്ലിയിലയുടെ മണവും എരിവും എല്ലാം കൂടിയിട്ട് സൂപ്പറായിരിക്കും എന്ന് പറഞ്ഞാൽ സൂപ്പറായിരിക്കും. കാണാനിങ്ങനെ ഭയങ്കര അട്രാക്റ്റീവായിട്ടുള്ള രീതിയിലുള്ള ഭംഗിയൊന്നും ഇല്ലെങ്കിലും ആരോഗ്യം കൊണ്ട് അടിപൊളിയായിട്ടുള്ള പഴയ കാലത്തുള്ള ഒരു വിഭവമാണ്. നിങ്ങൾ എന്തായാലും ഇത് കഴിച്ചു നോക്കണം. സംഭാരപ്പുളിയാണ്, സംഭാരം കൂട്ടിയിട്ട് തന്നെ അങ്ങോട്ട് ഊണ് കഴിക്കാൻ വരൂ. അപ്പോൾ
ഞാൻ സൈഡ് ഡിഷൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യം എനിക്ക് എന്തായാലും വരില്ല. എന്നാലും കോവയ്ക്ക മെഴുക്ക് വരട്ടിയും ക്യാരറ്റ് ബീൻസ് ഉപ്പേരിയും ഒരു പപ്പടവും ഒരു ഭംഗിക്കിരിക്കട്ടെ സംഭാരം ഒഴിച്ചിട്ടുണ്ട്. ഇവിടെ ലബാനാണല്ലോ, ഞാനതിൽ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല, ലബാനായിട്ട് തന്നെ കൊടുത്തു. ഒരു ഉണ്ട അങ്ങോട്ട് ഇടുക, എന്നിട്ട് അങ്ങോട്ട് കഴിക്കുക. സദ്യകൾ കഴിച്ച് 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 ഒരു വിധമായിരിക്കുന്ന സമയത്താണ് സംഭാരപ്പുളി കൂട്ടിയിട്ട് കഴിക്കാം എന്ന് വിചാരിച്ചത്. തനി പാലക്കാടൻ സംഭാരപ്പുളിയാണ് മക്കളെ. ഹിയർ യു ഗോ. ഒരേ ഒരു ഉണ്ടയാണ് എടുത്തിരിക്കുന്നത്. സംഭാരമുണ്ട്, ഒരു കയ്യിൽ ചോറ്. അറിയാത്ത കുട്ടികളുടെ അടുത്ത് പറയാണ്, ഇതിൽ മാനക്കേട് വിചാരിക്കുക, അയ്യയ്യേ കൈയിട്ട് കുഴമ്പിടും. കഴിച്ചു നോക്കൂ, എന്നിട്ട് പറയാലോ. കഴിച്ചിട്ടുള്ള ആൾക്കാർക്ക് എന്തായാലും അറിയാം. ഇതൊക്കെ മറന്നുപോയ വിഭവങ്ങളാണ് പാലക്കാട്. ചോറ് കൊണ്ടാ പറയും, ഒന്നും വേണ്ട. ഗംഭീർ ഗംഭീർ. എന്താ പണ്ടത്തെ ആൾക്കാരുടെ ഓരോ കണ്ടുപിടുത്തം. ബേസ്റ്റ് ഓഫ് ഫ്ലേവേഴ്സ്. സംഭാരത്തിന്റെ കൂടെ തന്നെ കഴിക്കണം. അതാണല്ലോ സംഭാരപ്പുള്ളിയുടെ പ്രത്യേകത. ബാക്കി ഇതാ ഉപ്പേരിയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നില്ല ഞാൻ തൊടുന്നു. അപ്പൊ ഞാൻ കഴിക്കട്ടെ. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കൂ. ഓക്കെ, ഇതൊക്കെ തനി നാടൻ റെസിപ്പിയാണ്. നമുക്ക് ഒരു ഉണ്ടയും കൂടി എടുക്കാം. ഉണ്ടല്ലോ, എല്ലാവർക്കും ഉണ്ട്, മക്കൾക്കും ഇഷ്ടമാണ്. സോ എല്ലാവർക്കും ഉണ്ട്. നമുക്ക് ഒരു ഉണ്ടയും കൂടി താങ്ങാം. ഓക്കെ ഓക്കെ, ഇങ്ങനെ അതിലേക്ക് കൂടെ ചേരുമ്പോഴേ ഓക്കെ, ഉണ്ടാക്കി നോക്കാൻ മറക്കരുത്. നാടൻ വിഭവമാണ്, എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാവും. ഓക്കെ, വീണ്ടും നമുക്കൊരു പുതിയ റെസിപ്പിയുമായി കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.